ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ബിജില. ഇപ്പോൾ സമയം 5:15. നമ്മൾ AV സ്കൂളിലാണ് നിൽക്കുന്നത്. ജില്ലാ കലോത്സവത്തിന് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളവിടെ എത്തി. കുട്ടികളെയൊക്കെ റെഡിയാക്കി ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമുക്ക് രണ്ടാമത്തെയാണ് നമ്മുടെ ചാൻസ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയി നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആയതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ മുഷിഞ്ഞിരിക്കേണ്ടിയൊന്നും വന്നില്ല. ഈസി ആയിരുന്നു കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടെ പോയി കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ വേറെ കുട്ടികളെയൊക്കെ കണ്ടു. കുറേ ടീമൊക്കെ ഉണ്ടായിരുന്നു. ബാൻഡിൻ്റെ മാത്രം കോമ്പറ്റീഷനാണ് ഈ സ്കൂളിലുണ്ടായിരുന്നത്. ബാക്കിയുള്ള പ്രോഗ്രാമൊക്കെ വേറൊരു സ്കൂളായിരുന്നു കേട്ടോ. വണ്ടൂരുള്ള വേറൊരു സ്കൂളായിരുന്നു. ഇത് വണ്ടൂരിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ടുള്ള വേറൊരു സ്കൂളാണിത്. ഇവിടെ ബാൻഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളെ കുട്ടികളുടെ ചാൻസായി. ഇവർ 2 വർഷമായിട്ടുള്ളൂ കേട്ടോ നമ്മളെ സ്കൂളിൽ നിന്ന് ബാൻഡ് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇവർ അത് വെച്ച് നോക്കുമ്പോൾ ഇവർ പെർഫെക്റ്റാണ്. ഇവരെത്രയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം അവർക്ക് അത്രയധികം പ്രാക്ടീസ് ചെയ്യാനൊന്നും ടൈമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിത് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് A ഗ്രേഡാണ് കേട്ടോ കിട്ടിയത് കുട്ടികൾക്ക്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നന്നായിട്ട് തന്നെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കലോത്സവം ഇന്ന് തുടങ്ങുന്നതുകൊണ്ട് തന്നെ പാലുകാച്ചൽ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടൊക്കെ ഇന്ന് കലോത്സവത്തിൻ്റെ ഫുഡൊന്നുമില്ല. സ്കൂളിലെ ഫുഡായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ കുറേ നേരം ഇങ്ങനെയൊക്കെ ഇരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വയറ് നിറഞ്ഞു, പക്ഷെ മനസ്സ് നിറഞ്ഞില്ല. ഇതൊരു സുഖം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട് തീരപ്രദേശത്തായതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുന്നിൻ ചെരുവുകളും മലഞ്ചെരുവുകളും അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനേ എനിക്കിഷ്ടം. എന്നാൽ അങ്ങോട്ട് പോകാൻ കുറച്ച് പേടിയുണ്ട് താനും. പക്ഷേ ഇങ്ങനെയുള്ള സ്കൂൾ കാണുമ്പോൾ അവിടെ പഠിക്കാൻ പറ്റില്ല, ഭയങ്കര വിഷമമുണ്ട്. മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇത്ര വർഷം കൊണ്ട് എടുത്തതായിരിക്കും അല്ലേ. അങ്ങനെ ഫുഡ് കഴിച്ച് തൃപ്തിയാകത്തോണ്ട് ഞാനും ടീച്ചറും കൂടി ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പോയി തിരിച്ച് വന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇപ്പോഴും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ഇവരെ ചാൻസൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവർ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ പിന്നെ സ്കൂളിലെ അപ്പുറത്തും ഇപ്പുറത്തേക്ക് LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വലിയ സ്കൂളാണ്. കുറേ സ്ഥലത്ത് പരന്ന് എടുക്കുന്ന സ്കൂളാണ്. അതൊക്കെ കണ്ടങ്ങനെ നടന്നു. ശരിക്കും സ്കൂൾ മൊത്തത്തിൽ കാണാൻ പറ്റിയത്. അങ്ങനെ അവിടെയൊക്കെ നടന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഭയങ്കര രസമുണ്ട്. കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബിൽഡിംഗ് ആയിട്ട് വീണ്ടും പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ. ഫുള്ള് ചെരിഞ്ഞും മറഞ്ഞും ഒരു സ്റ്റെപ്പിൻ്റെ മേലെയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്കൂളാണ്. പിന്നെ കുറേ മരം, അവിടെ ഒരു നെല്ലിമരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നെല്ലിക്ക ഉണ്ടോയെന്നൊക്കെ നോക്കുകയാണ്. ഞാൻ താഴത്ത് നെല്ലിക്കൊന്നും കിടക്കുന്നില്ല, പക്ഷെ മരം കണ്ടിട്ട് നെല്ലിയുടെ മരം പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ വിശാലമായി കിടക്കുന്ന, വളരെ മനോഹരമായി കിടക്കുന്ന സ്കൂൾ. കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മളെ കോട്ടയ്ക്കലുള്ള ഒരു സ്കൂളായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്കൂളായിരുന്നു കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഈ കലോത്സവത്തിൽ ഒരു മത്സരത്തിലും പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ ഇപ്പോഴാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ ടീമിനാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു ഐറ്റത്തിലൊക്കെ പങ്കെടുത്തിട്ട് ഇതുപോലെ കലോത്സവം ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ് പോകാനായിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബസ്സിലേക്ക് കയറ്റി സമയത്ത് ഇപ്പോൾ കളിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ നമ്മൾ വരുമ്പോഴത്തേക്ക്. പിന്നെ വേഗം ഇരുട്ടാവുന്നതുകൊണ്ട് ഇരുട്ടായി തുടങ്ങി ഭയങ്കര മഴയായിരുന്നു. പകലൊക്കെ നല്ല വെയിലായിരുന്നു ഇവിടെ കേട്ടോ. പൊന്നാനിയിൽ മഴ പെയ്തു എന്ന് പറഞ്ഞ സമയത്തൊക്കെ അവിടെ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ നല്ല മഴ പെയ്യുന്നു. സ്കൂളിലെത്തി ഞങ്ങൾ പിടിക്കുന്നതൊക്കെ ഓട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോഴും പോയി കഴിപ്പിച്ചിട്ട് എങ്ങനെ എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നാലും കുറച്ച് നേരം
ഒട്ടും വയ്യാത്തൊരു ദിവസമായിരുന്നു. പക്ഷെ മാനസികാരോഗ്യപരമായിട്ട് ഭയങ്കര വീട് കിട്ടിയ സന്തോഷം വേറെയുണ്ട്. ശാരീരികമായിട്ട് ടയർഡായിരുന്നെങ്കിലും എട്ടരയൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. വീട്ടിനകത്തേക്ക് കയറട്ടെ, ഗേറ്റൊക്കെ പൂട്ടിയിട്ട് വീട്ടിനകത്തേക്ക് കയറട്ടെ. അപ്പോൾ ഓക്കെ, ബായ്.